ആരണ്യകാണ്ഡത്തിലെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് ശബരി മോക്ഷമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. മാതംഗമുനിയുടെ ആശ്രമത്തിൽ വർഷങ്ങളായി നിവസിച്ചിരുന്ന ശബരി എന്ന വയോവൃദ്ധ രാമനെ കാത്തിരിക്കുകയാണ്. ഭക്തിരസം മാത്രമല്ല, മാനുഷിക മൂല്യങ്ങളുടെ ഏറ്റവും ഉദാത്തമായ ഭാവന ഇവിടെ വിരിയുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രുക്കെ വിശദീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. 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 രാമായണ മാസത്തിലെ സത്സംഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ആരണ്യകാണ്ഡത്തിലെ ശബരി ആശ്രമ പ്രവേശമാണ് നാം മനനം ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഭാഗവും അതിൻ്റെതായ ഗൗരവം അർഹിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്തുവാൻ പറ്റില്ല. ഇപ്പോൾ അധ്യാത്മരാമായണമായാലും വാൽമീകി രാമായണമായാലും ഓരോ ശ്ലോകവും പ്രധാനപ്പെട്ടതാണ്. ഓരോ ശ്ലോകവും. എന്നാൽ അത് മുഴുവൻ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് ത്രാണിയുണ്ടോ? ഇല്ല. നാം അശക്തരാണ്. നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് കുറെ മുത്തുമണികളെ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതേ സാധിക്കുകയുള്ളൂ. ഇവിടെ ശബരിയുടെ കുലം ഗോത്രമൊക്കെ പറയുന്നുണ്ട്. വാസ്തവത്തില് നമ്മുടെ സനാതന വൈദ്യധർമ്മത്തിൽ വിദ്യ പഠിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനോ അങ്ങനെ പ്രത്യേക കുലമോ ഗോത്രമോ ഒന്നും ഇല്ല. അതിന് പാരമ്പര്യമേ ഇല്ല. അതൊക്കെ പിൽക്കാലത്ത് പല ആളുകൾ കൂട്ടിച്ചേർത്താണ്. ഇവിടെ ശബരി പറയുന്നു, ഞാൻ ഹീനജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, ജ്ഞാനമില്ല, അറിവില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വിദ്യ പഠിക്കുന്നതിന് എല്ലാവർക്കും അധികാരമുണ്ടെന്നാണ് പറയുന്നത്. യഥേമാം വ്യാജം കല്യാണി മാവതാനി ജനേഭ്യ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായ സ്വാരണായ. അപ്പൊ അതിലെ ചാരണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഈ യഥേമാം വാചം കല്യാണി, ഈ മംഗളകരമായ ഈ മംഗളം നിറഞ്ഞ ഈ വാക്കിനെ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ, അല്ലെങ്കിൽ സർവേശ്വരൻ. ഈശ്വരവാണിയാണ് വേദം. അപ്പൊ ഈ പരമപവിത്രമായ ജ്ഞാനം എല്ലാവർക്കും ഉള്ളതാണ്. അതില് കുലമോ ജാതിയോ ഗോത്രമോ ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കിയതാണ് ശ്രീരാമൻ. അപ്പൊ ശ്രീരാമനെ പോലുള്ള ഒരു മഹാനുഭാവന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ലോകത്തെ അല്പജ്ഞാനികളായ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അദ്ദേഹം എല്ലാ വിദ്യകളും പഠിച്ചിറങ്ങിയയാളാണ്. അതുകൊണ്ട് അകവും പുറവും മനസ്സിലാക്കിയ, നമ്മളൊന്നും അകവും പുറവും മനസ്സിലാക്കിയിട്ടില്ല. പുറം മാത്രമേ അറിയാവൂ. പുറം പോലും നമുക്കറിയില്ല. നമ്മുടെ പുറം പോലും നമ്മൾ കണ്ടിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ അകവും പുറവും തിരിച്ചറിഞ്ഞ ആ ജഗദ്ഗുരുവിന്റെ ആ ശക്തി, അല്ലെങ്കിൽ ആ ദാർശനിക അഭ്യുന്നതി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോ ഈ മംഗളം നിറഞ്ഞ ഈ വാക്കിനെ സമസ്ത മനുഷ്യർക്കും ബ്രഹ്മർഷി മുതൽ ഇന്നുവരെയുള്ള ഋഷിമാരിലൂടെ പകർന്നു ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ശബരി എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല. ആ ശബരി സമ്പൂർണയാണ്. സമ്പൂർണയായ ഒരു സതീരത്നമാണ്. ദീർഘകാലത്തെ തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ വേദവിദ്യ കൈമുതലാക്കിയ ഒരു അമ്മയാണ് ശബരി. അത് രാമനറിയാം. കാരണം അതിന് പ്രമാണമുണ്ട്. അപ്പോൾ രാമനെ ഉപാസിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അധികാരമാണ്. എല്ലാവർക്കും ആ ഉപാസന ചെയ്യാം. അപ്പോൾ ഉപാസനയ്ക്ക് ജാതി ലിംഗ ഭേദങ്ങളൊന്നും ഇല്ല എന്ന് കൂടി നമുക്കതിൽ മനസ്സിലാക്കണം. പല ആളുകൾക്ക് സംശയമുണ്ട്, എനിക്ക് ഉപാസന ചെയ്യാമോ, ചെയ്താൽ ശരിയാവുമോ? അങ്ങനെയില്ല. എല്ലാവരുടെയും ജന്മോദ്ദേശം ഉപാസനയാണ്. ഉപാസനയില്ലാതെ ജീവിക്കാൻ പാടില്ല. ജീവിതം തന്നെ ഒരു ഉപാസനയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ആ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കാലമായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ചരിതം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ദേവോപാസന നടത്തുന്ന ആ മാതാവിന് രാമന്റെ ദർശനം ഒരു
രസായനം സേവിച്ച പ്രതീതിയെ ഉണ്ടാക്കിയെടുത്തത്. അല്ലെ, രാമചരിതം രസായനം എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ അമ്മ നൽകുന്ന ഭോജ്യങ്ങൾ എങ്ങനെയായാലും അത് ഭഗവാന് നിവേദ്യ സമാനമാണ്. അവിടെ കഴിച്ചിട്ട് കൊടുത്തു എന്ന് പറയുന്നതെന്ന് അർത്ഥമില്ല. ആ അമ്മ നൽകുന്നത്, ആ മാതൃ, നമുക്ക് അമ്മമാര് പണ്ട് ഭക്ഷണം നൽകിയത് അവർ കഴിച്ചിട്ട് തന്നെയാണ്, അല്ലേ? നമ്മളതിനെ കഴിച്ചിട്ടുള്ളത്. അപ്പൊ രാമനെ പോലുള്ള ഒരു ഉപാസനാബിംബത്തിന് അമ്മയുടെ ഉദാത്ത ഭക്തി അല്ലെങ്കിൽ ഉത്തമ ഭക്തി, സാത്വികമായ ഭക്തിയെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നിവേദ്യം, അമ്മ നൽകുന്ന ആ നിവേദ്യം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അത് സേവിച്ചത്. അങ്ങനെ ആ സേവയിലൂടെ മാനവവർഗത്തിന്റെ ആ ഉപാസകനും ഉപാസനും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഇവിടെ സ്ഥാപിക്കുകയാണ് ആ ഭാഗം നടപ്പാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാപിക്കുകയാണ് ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി രാമന്റെ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നർത്ഥം. ഇതൊരു യാത്രയാണ്, നമ്മൾ ആ കൂടെ സഞ്ചരിക്കുകയാണ്. ശ്രീരാമന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലതും കണ്ടു, അല്ലേ? പുത്രകാമേഷ്ടി നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. രാമന്റെ ജന്മം മുതൽ ആ ദണ്ഡകാരന്റെ വ്രതം ഏറ്റെടുത്ത ആ ഒരു കാലഘട്ടം മുതൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൂടെ സഞ്ചരിക്കുന്നു. നമ്മളപ്പോഴും ഓരോരോ ദൃശ്യങ്ങൾ കാണുകയാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ പൂർവജന്മ സുഹൃതമായിട്ട് നമ്മൾ കാണണം. നമ്മുടെ ജന്മോദ്ദേശം തന്നെ ഈ സാത്വികമായ ഉപാസനയാണ്, വേദോപാസനയാണ്, ഈശ്വരോപാസനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിലുള്ള ഈശ്വരീയതയെ വർദ്ധിപ്പിക്കുന്നതിന് നാം പൂജാനിർഭരമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ പറയുവാനുള്ളത്. എല്ലാവർക്കും ശബരിയുടെ അത് പറയുമ്പോൾ തന്നെ ശബരി മനസ്സിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു, രാമൻ എന്ന ലക്ഷ്യം. അത് രാമൻ എന്ന ലക്ഷ്യം നിരന്തരമായ ഭക്തിയിലൂടെ ആണ് ശബരി നേടിയെടുക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് പുതിയ ആധുനിക ലോകത്ത് നമുക്ക് ഒരു ലക്ഷ്യം നമ്മൾ വയ്ക്കുന്നു, അത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെയധികം രീതിയിൽ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നു. അത് തന്നെയാണ് മാതങ്ക മുനിയുടെ ആശ്രമത്തിൽ നിന്നും മുനിയും മറ്റു മുനിമാരും പോയിട്ടും അവർ പറഞ്ഞത്, ഒരിക്കൽ നിനക്ക് രാമന്റെ ദർശനം പ്രാപ്യമാകും, അത് നീ കാത്തിരിക്കണം. കാരണം പ്രാപ്യമാകുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ആ ഫലോദയ കർമ്മണ എന്ന് പറയും. ഫലം കണ്ടെത്തുന്നവരെ കർമ്മം ചെയ്യുക എന്ന് പറയും. അതാണ് ആ ഫലം കണ്ടെത്തുന്നതുവരെ കർമ്മം ചെയ്യുന്ന ആ സാധകന്റെ ആ ഒരു വിവക്ഷയും അതിന്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് ശബരി മാതാവ് ആത്മസമാധി പ്രാപിക്കുന്നത്. കാരണം അതാണ് ജീവിതം. കാരണം സാക്ഷാത്കാരം, ജീവിത സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഫലം കണ്ടെത്തുന്നത് വരെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പൊ പുഷ്പാഞ്ജലി കഴിക്കുന്ന പോലെയല്ല. ഒരു കാര്യം കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് അങ്ങനെയുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പുരുഷനോ സ്ത്രീയോ ജാതിയോ ആശ്രമങ്ങളോ ഒന്നും ഒരു തടസ്സമേ അല്ല എന്ന് വ്യക്തമായിട്ട് വ്യക്തമാണ്. അതിനുള്ള മന്ത്രമില്ലാതെ ചൊല്ലി യഥേമാം വാചം കല്യാണി മാപദാനി ജനേഭ്യക ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായ ജസ്വാര ചാരണായജ എന്ന് പറയും. ചാര്യായ സാരണായജ. അപ്പൊ അതിലെല്ലാവരും വരും. ഈ മംഗളകരമായ വാക്ക്, ഈ ജ്ഞാനം, ഈ പവിത്രമായ ജ്ഞാനം എല്ലാവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അത് ചാരണനായാലും ബ്രഹ്മ രാജന്യ ബ്രഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അതിന് താഴെയുള്ള ആരായാലും പഞ്ചമൻ ആരുമായാലും എല്ലാവർക്കും ഈ ജ്ഞാനത്തിന് അധികാരമുണ്ട്. കാരണം ജ്ഞാനമാർഗമാണ് ജീവിതം. കാരണം ജ്ഞാനം വിനാ ജീവിതം നാസ്തി. അപ്പൊ അതുകൊണ്ട് ശബരി എന്ന് പറയുന്നത് അവിടെ എല്ലാ അർത്ഥത്തിലും ഭഗവാന്റെ ഉപാസന ചെയ്യാൻ യോഗ്യതയുള്ള ഒരമ്മയാണ്. അങ്ങനെയാണ് ഇത്രയും കാലം നമ്മൾ ആദ്യം പറഞ്ഞില്ല, ഫലം കണ്ടെത്തുന്നവരെ കർമ്മം ചെയ്തു. രാമൻ വന്നു, രാമനെ കണ്ടു, ആത്മസമാധി പ്രാപിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ആ ഭാഗം നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആരണ്യകാണ്ഡത്തിലെ ശബരി മാതാവിന്റെ ആത്മസമാധിയുടെ ദൃശ്യം അനുഭവിച്ചുകൊണ്ട് സമർപ്പിക്കാം. എല്ലാവർക്കും ശ്രീരാമേന്ദ്ര മഹാപ്രഭുവിന്റെയും ആഞ്ജനേയ സ്വാമിയുടെയും സീതാമാതാവിന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതിരുകളില്ലാത്ത ഭക്തിയുടെ ഉറവിടമായിരുന്നു ശബരി. രാമനാമം എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ. അവരുടെ ലക്ഷ്യം രാമനെ ദർശിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ആരണ്യകാണ്ഡം ഇവിടെ സമാപിക്കുകയാണ്. നാളെ കർക്കിടകം 16 വീണ്ടും ഞങ്ങൾ തീർച്ചയായും എത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും ദയവായി കമന്റ് രൂപത്തിൽ ഈ വീഡിയോയുടെ താഴെ ചെയ്യാൻ മടിക്കരുത്. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ.
ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാ